പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ അർത്ഥവും അതിൻ്റെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ബൈബിളിനെ കുറിച്ച് ജ്ഞാനികളായിട്ട് മാറും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം ഫലകരമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ ആരാണെന്നും ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനാണ് ശരിക്കും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമാകുന്നത്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും ഒരു ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഒരു അനുഭവത്തിലിരിക്കുന്ന ഒരു കാലം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ ഭൂമിയിലേക്ക് തന്നതിലൂടെ, അതായത് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിലൂടെ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തിയത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം, അവിടെ ഇങ്ങനെയാണ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പിതാവ് അയച്ചപ്പോൾ, പുത്രനെ ഭൂമിയിലേക്ക് നൽകിയപ്പോൾ, ഹല്ലേലൂയ, പുത്രനെ ഭൂമിക്ക് നൽകിയപ്പോൾ പിതാവിന്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത് പുത്രനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും പുത്രനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ആ പുത്രത്വത്തെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നല്ല കാര്യമാണ്, യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ പുത്രനെ കാണേണ്ടത്. അതായത് നമുക്കറിയാം, പത്രോസിനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? പെട്ടെന്ന് പത്രോസ് മറുപടി പറഞ്ഞു, ഇതാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ അതിന് യേശുവിന്റെ മറുപടി ഇതായിരുന്നു: ബർയോനാ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവായത് വെളിപ്പെടുത്തിയത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പിതാവ് വെളിപ്പെടുത്തുന്ന പുത്രൻ, പിതാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട പുത്രൻ. അപ്പൊ പിതാവ് വെളിപ്പെടുത്തിയത് പുത്രനായ യേശുക്രിസ്തുവിനെ. എന്നാൽ പിതാവായ ദൈവത്തെ യേശുക്രിസ്തു വെളിപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ പുത്രനായിട്ട് പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നത് എന്താണ്? യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നത് നിങ്ങളിലും എന്നിലുമുള്ള പുത്രത്വം. ഹല്ലേലൂയ. അതായത് നിങ്ങളും ഞാനും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം തരികയാണ് യേശുക്രിസ്തു ചെയ്തത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എല്ലായിടത്തും പറഞ്ഞത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ അധ്യായത്തിലൊക്കെ കൂടെ കൂടെ കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവ്. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ പിതാവ്. ദൈവത്തെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പിതാവെന്ന്. അപ്പൊ നമ്മുടെ പിതാവ് എന്ന നിലയിൽ ദൈവത്തെ അവിടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത്. അപ്പോഴ് ഈ ക്രിസ്തുമസിന്റെ നാളുകൾ, ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തെ മനസ്സിലാക്കുകയും പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ പുത്രനെ മനസ്സിലാക്കുകയും അതിലൂടെ നിങ്ങളും ഞാനും ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് തിരിച്ചറിയുന്നതിലാണ് നമ്മുടെ ജയം ഇരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ആഘോഷം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കരുത്, ഈ ഒരു മേഖല നിങ്ങൾ മറന്നുപോകരുത്. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാകും. മീ ആൻഡ് മൈ ഫാദർ വി ആർ വൺ. അതാ കർത്താവ് പറഞ്ഞത്, ഞാനും പിതാവ് ഒന്ന്. ഫിലിപ്പോസ് ചോദിച്ചു, കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. യേശു പറഞ്ഞു, ഞാൻ ഇതുവരെ നിന്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഞാനും പിതാവ് ഒന്നാ. അപ്പൊ അവിടെ യേശുക്രിസ്തു പറയുന്നത് യേശുക്രിസ്തുവും പിതാവുമായിട്ടുള്ള വൺനെസ്. അപ്പൊ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട പിതാവ് വെളിപ്പെടുത്തിയ പുത്രൻ.
ഈ ഭൂമിയിൽ യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചത്, ദൈവം മനുഷ്യനായി ജനിച്ചതിനെ ഓർമ്മിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ആഘോഷമായിട്ട് മാറുന്നത് യേശുക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ജനിച്ചു എന്നുള്ള ഓർമ്മയല്ല. അതിനപ്പുറമായിട്ട് യേശുക്രിസ്തുവിലൂടെ പിതാവിനെ, ദൈവത്തെ നമ്മുടെ പിതാവായി കാണിച്ചു തരികയും അതിലൂടെ യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്കും എനിക്ക് മക്കളാകുവാൻ ലഭിച്ച ഭാഗ്യ പദവിയില്ലേ, ദാറ്റ് ഈസ്, അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. ഹല്ലേലൂയ. അപ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ദൈവത്തിന്റെ സ്നേഹം, ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ഫെയ്ത്ത് ഓഫ് മാൻ മീറ്റ് വൺ അനദർ. ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യന്റെ വിശ്വാസവും കൂട്ടിമുട്ടിയ, ഒരുമിച്ച് കണ്ട സ്ഥലമാണ് ക്രിസ്മസ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെയും എന്റെയും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് എപ്പോഴാണോ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതിലൂടെ, 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനൊക്കെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ അതിന്റെ 4-ാം വാക്യം 5-ാം വാക്യം, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യം, അവിടെ ഇതാ പറയുന്നത്, നമ്മളെ ഈ ദൈവത്തിൽ ജനിച്ചതൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ദൈവം നമ്മുടെ വിശ്വാസം തന്നെ. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അവൻ ആരാ? ദൈവത്തിലും ജനിച്ചവൻ. അപ്പൊ നമുക്ക് യേശുക്രിസ്തു ദൈവപുത്രന്റെ ജനനം, ദൈവപുത്രൻ ജനിച്ചപ്പോൾ, ഹല്ലേലൂയ, അവിടെ നമുക്കറിയാം നാളുകൾ എടുത്തുള്ള ഒരു ക്രമീകരണങ്ങൾ അവിടെ നടക്കും. അതായത് മറിയോട് പറഞ്ഞു മറിയെ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ യോസഫിനെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഒരുക്കുന്നു. പിന്നെ നമുക്ക് കാണുന്നു യോഹന്നാൻ, സഖരിയാവ്, യോഹന്നാൻ സ്നാപകൻ, ഇടയന്മാര്, 3 വിദ്വാൻമാര്, ഹെരോദാവ്, എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം അതിനോട് ചേർന്ന് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അവിടെ മറിയയുടെ ദർശനത്തിൽ, മറിയയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത ദർശനത്തിലൂടെ വചനം പറയുന്ന പരിശുദ്ധാത്മാവ് നിരമേൽ വരും, അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആമേൻ, മറിയയിൽ ദൈവത്തിന്റെ പുത്രൻ ഉളവായത് പരിശുദ്ധാത്മാവിലൂടെ. ഇത് തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് ആമേൻ സഭയുടെ മേൽ വന്നു, ഉൽപാദിതമാകിയത് ദൈവപുത്രൻ, ദൈവ മക്കൾ എന്ന പദവിയില്. ഹല്ലേലൂയ, ഒരു തലമുറ, ഒരു പുതിയ തലമുറ എഴുന്നേറ്റു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാനും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്. അപ്പൊ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് ക്രിസ്തുമസ് ആണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഞാനും യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ വീണ്ടും ജനിക്കുന്നത്, യെസ്, അതാണ് ദൈവപുത്രന്റെ ജനനം. അതായത് ഞാൻ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതിലൂടെ എന്നിൽ ദൈവപുത്രൻ ജനിക്കുക, ദാറ്റ് ഈസ് ക്രിസ്മസ്. അപ്പൊ അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് നമുക്ക് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് യേശുവിന്റെ ജനന സമയത്തുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാം വാക്യം മുതൽ, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയന്നു പരവശരായി. ആരാ? ഇടയന്മാർ. 10-ാമത്തെ വാക്യം വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോൾ ആദ്യമായി ആദാമിന് ഉണ്ടായ ഫീലിംഗ് എന്ന് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത് ഭയമാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഭയന്നു, നഗ്നനെന്നറിഞ്ഞു.
അപ്പൊ ഇവിടെ യേശുവിന്റെ ജനനത്തിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം ഇതാണ്: ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറയും. അതിന്റെ 13-ാം വാക്യം: പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതായത് ഇവിടെ ദൈവത്തിന്റെ മഹത്വം, ഉന്നതങ്ങളിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം, അത്യുന്നതങ്ങളിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം ഭൂമിയിലെ മനുഷ്യന്റെ അവസ്ഥയെ മാറ്റുന്നു. ഹല്ലേലൂയ! ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ! ഇവിടെ രണ്ട് കാര്യം: ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിലെ ഹല്ലേലൂയ മനുഷ്യന്റെ സമാധാനം. അല്ലെങ്കിൽ ദൈവ മഹത്വത്തെ തിരിച്ചറിയുന്ന മനുഷ്യന്റെ സമാധാനം, ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥ, അല്ലെ? സന്ദർശിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ദൈവപുത്രൻ ജനിച്ചപ്പോൾ അത്യുന്നതങ്ങളിൽ മഹത്വം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഹല്ലേലൂയ! എപ്പോഴാണ്? ഹല്ലേലൂയ! ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ അത്യുന്നതങ്ങളിൽ മഹത്വം എപ്പോഴാണ്? യേശുക്രിസ്തു ദൈവപുത്രൻ ജനിച്ചപ്പോൾ അത്യുന്നതങ്ങളിൽ മഹത്വം. അപ്പൊ ഇവിടെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഈ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 15-ാമത്തെ അധ്യായം 7-ാം വാക്യം: അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. 2, 10-ാം വാക്യം: അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ അത്യുന്നതങ്ങളിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ സമാധാനം. ഇവിടെ പറയാണ് ഉന്നതങ്ങളിൽ മഹത്വം. ഒരു മനുഷ്യൻ, ഒരു പാപി വീണ്ടും ജനിക്കുമ്പോൾ ഉന്നതങ്ങളിൽ, സ്വർഗസ്ഥലങ്ങളിൽ ദൂതന്മാരുടെ മധ്യേ സന്തോഷം. എന്താ സംഭവിക്കുന്നത്? ഒരു ദൈവ പൈതൽ ജനിക്കുക, ദൈവപുത്രൻ, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നതിലൂടെ ദൈവപുത്രൻ. അതേ പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ പറയുന്നത് യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ പുത്രന്മാരാവുകയാണ്, പുത്രത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതായത് യേശുവിനെ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങളും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ആവുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക്, ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്മസ്. അപ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനനം അതാണ് നമ്മൾ, അല്ലെ, ഭൂമിയിൽ ഇന്ന് സകല മനുഷ്യരും ആഘോഷിക്കുക ക്രിസ്മസിന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാറണം. ഇറ്റ് ഈസ് നോട്ട് എ ഇമോഷണൽ, വൈകാരികമായ ഒരു ആഘോഷം എന്നതിനപ്പുറത്ത് ആത്മീകമായ ഒരു അനുഭവമായിട്ട് ക്രിസ്മസ് മാറണം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. അപ്പൊ ഇവിടെ വചനത്തിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പൊ അവിടെ ആ ജോയ്, പീസ് ആൻഡ് ഗ്ലോറി, ദൈവ മഹത്വം, അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓ മൈ ഗാഡ്, അത് ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നതിലൂടെ, ഇഫ് യു ബിലീവ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്, അതിലൂടെ നിങ്ങളും ഞാനും ദൈവത്തിന്റെ മക്കളായി ജനിക്കുകയും, ദൈവത്തിന്റെ മക്കളായിട്ട് ജനിക്കുകയും. ഹല്ലേലൂയ. അപ്പോൾ അതായത് എന്താ സംഭവിക്കുന്നത്? ദൈവ സ്നേഹവും മനുഷ്യന്റെ വിശ്വാസവും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്താണ് ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ മക്കൾ എന്ന പദവി നമുക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ഞാനും ദൈവത്തിന്റെ മക്കളായത് പ്രവർത്തികൾ ചെയ്തല്ല, നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ മക്കളായത് ദാനധർമ്മങ്ങൾ കൊണ്ടല്ല, നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ മക്കളായി തീർന്നത് നമ്മുടെ യാഗമോ ത്യാഗമോ കൊണ്ടല്ല, നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ മക്കളായി തീർന്നത് ദൈവത്തിന്റെ നിബന്ധനകളില്ലാത്ത സ്നേഹത്തിലാണ്.
ആമേൻ, ഹല്ലേലൂയ. എപ്പോഴാണോ നിങ്ങൾക്ക് ആ നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹത്തിന് ഉറപ്പ് വരുന്നത്, ആ നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹം, നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹം, നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹം, ഹല്ലേലൂയ. ആ ഹല്ലേലൂയ വ്യവസ്ഥകൾ വെച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ സ്നേഹിക്കാമെന്നല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു നിബന്ധനയും ഇല്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ആഴമേറിയ മഹത്വം ആ സ്നേഹത്തിന്റെ മുമ്പിലാണ്. ആ സ്നേഹത്തിൽ വിശ്വസിച്ചപ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറിയത്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ തിരിച്ചറിയുക, ആ സ്നേഹത്തെ തിരിച്ചറിയുക. ഇവിടെ ദൈവത്തിന്റെ മക്കളായി മാറുക എന്ന് പറയുന്നത്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിച്ചോടെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനെ ക്രിസ്തുവെന്ന് നമ്മൾ വിശ്വസിച്ചപ്പോ, യേശു എന്റെ പാപത്തിനോട് മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോ, യേശു എന്നെ നീതിക്കായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോ, യേശു എന്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്നു എന്ന് എന്റെ വിശ്വാസത്തെ ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ദൈവത്തിന്റെ മകനായി മാറി, ദൈവത്തിന്റെ പൈതലായിട്ട് മാറി. ദൈവത്തിന്റെ പൈതലായി മാറിയപ്പോ, ഞാൻ ദൈവത്തിന്റെ മകനായി മാറിയപ്പോ, പ്രിയപ്പെട്ടവരെ, അതല്ലേ ക്രിസ്മസ്. ഞാൻ ദൈവത്തിൽ ജനിച്ചു, അതാണ് ക്രിസ്മസ്. അവിടെ സുഭിക്ഷമായ ഭക്ഷണം, യെസ്, വെരി ഗുഡ്. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് വീട്ടിലുള്ള എല്ലാവരും, സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. തീർച്ചയായിട്ടും നല്ലതാണ്, കൂട്ടായ്മയ്ക്ക് നല്ല കാര്യം. എന്നാൽ ആ കൂട്ടായ്മയിൽ നമ്മൾ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യം കൊണ്ട്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് ജീവിക്കും. അപ്പൊ ഇവിടെ പ്രസക്തി എന്തിനാണ്? ആ ഒരു ഗുഡ് ഫീസ്റ്റ്, യെസ്, മോറോവർ ദാറ്റ്, ആ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾക്കും അപ്പുറമായി ദൈവവചനത്തോടുള്ള ഇന്റിമസി, ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ദൈവവചനത്തിലേക്ക് ഇഴുകിച്ചേരുന്ന ഒരു അവസ്ഥ, ദൈവവചനത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥ, യെസ്, ദൈവവചനത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ, ദൈവവചനത്താൽ വീണ്ടും ജനിക്കുന്ന ഒരു അവസ്ഥ, യെസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന കാര്യം, വീണ്ടും ജനിച്ചു. അപ്പൊ അവിടെ നമുക്ക് എന്താ? വചനത്താൽ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് നമുക്ക് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാനായിട്ട്, ഹല്ലേലൂയ, നീതിയുടെ വചനം, ഹല്ലേലൂയ, പ്രാപിക്കത്തക്കവണ്ണം നമ്മിലുണ്ടായ രൂപാന്തരം, that is awesome, that is awesome, praise God, hallelujah. പ്രിയപ്പെട്ടവരെ, അവിടെ ആ വചനത്തിലുള്ള പ്രസക്തി. അതുപോലെ നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുക, അല്ലേ? അന്ന് ക്രിസ്മസ് ദിവസങ്ങളിൽ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യം. പക്ഷേ ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ആ യേശുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക, അവനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ ഈ ക്രിസ്മസ് നമുക്ക് വ്യക്തിപരമായിട്ട് മാറുമ്പോൾ, എനിക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറുമ്പോൾ, ഭക്ഷണത്തിനപ്പുറം ദൈവപുത്രൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പുത്രൻ, ഹല്ലേലൂയ, ആമേൻ, എന്താണ്? മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ആ ഒരു ആത്മീക അനുഭവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, അതിന്റെ 3-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, അതിന്റെ ആമേൻ, ഹല്ലേലൂയ, അതിന്റെ 27-ാം വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ 26-ാം വാക്യം, ക്രിസ്തു യേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാ. അപ്പോ ദൈവത്തിന്റെ മക്കൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചവരാ ദൈവത്തിന്റെ മക്കൾ. അപ്പോ ഹല്ലേലൂയ, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനത്താൽ ജീവിക്കുന്നു. ദൈവപുത്രന്മാരുടെ വസ്ത്രം എന്താണ്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ഇമോഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്ന് മാറി ഇത് ഒരു ആത്മീക അനുഭവമായിട്ട് ക്രിസ്മസ് മാറുമ്പോൾ, ഈ ക്രിസ്മസ് ദിനത്തില് നാം ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡ്രസ് അതെന്നറിയുമോ? ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയാം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലേ? ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ ആമേൻ പറഞ്ഞു, നമ്മൾ പുതിയ മനുഷ്യനെ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. നമ്മൾ പുതിയ മനുഷ്യനെ, ഹല്ലേലൂയ, ആമേൻ, പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പൊ നമുക്ക് ഈ ക്രിസ്തുമസിന്റെ ഭൗതികമായ ഭക്ഷണത്തെക്കാൾ അപ്പുറമായി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ, ആ നീതിയുടെ വചനത്താൽ നമ്മളെ തന്നെ നിറയ്ക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകുക. 2, ക്രിസ്തുവിനെ ധരിച്ചവരായി, അതെ, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തുവിനെ ധരിച്ചവരെ, ക്രിസ്തുവിനെ ചുമക്കുന്നവരെ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി മാറുന്നു. ഹല്ലേലൂയ.
ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മക്കളിലുള്ള പ്രത്യേകത ഒന്ന്, അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള ആർത്തി, വചനത്തെ സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ്, ദൈവവചനത്തെ ആമേൻ കൂടുതൽ സ്വീകരിക്കാനുള്ള ഒരു വിശപ്പ്. അതല്ലേ വചനം പറയുന്ന, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, ദൈവവചനത്തെ കുറിച്ചുള്ള ദാഹം, വിശപ്പ് നമ്മുടെ അകത്തുണ്ടാകും. ക്രിസ്തുവിനെ ധരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധരിച്ചവരായി മാറുക. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, നമ്മുടെ ഫെലോഷിപ്പ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു അനുഭവം, അല്ലേ? അത് ക്രിസ്മസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് വരിക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, സങ്കീർത്തന പുസ്തകം 133 അധ്യായത്തിന്റെ 1 വാക്യം, ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന എത്ര നന്മ, എത്ര ശുഭവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ ഒരുമിച്ച് വസിക്കുന്ന നമ്മള് മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്നാൽ പ്രിയപ്പെട്ടവരോട് മറന്നു പോകരുത്, ഹല്ലേലൂയ, ഇവിടെ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്തോഷം, ആഘോഷം എന്താണെന്നറിയുമോ? നാം ദൈവത്തിന്റെ മക്കളായിട്ട് ക്രിസ്തുവാകുന്ന ജ്യേഷ്ഠ സഹോദരന് കൂടി, ആദ്യജാതനാകുന്ന യേശുവിന് കൂടെ ചേർന്ന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവനോട് അനുരൂപമാകാൻ വിളിക്കപ്പെട്ടവരായി നിങ്ങളും ഞാനും, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് ചേർന്നുള്ള കൂട്ടായ്മ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അപ്പോൾ ഹല്ലേലൂയ, ഈ കാര്യങ്ങൾ ഒന്ന്, ഹല്ലേലൂയ, ആമേൻ, ഭൗതികമായ ഭക്ഷണത്തിന് അപ്പുറമായി, ഹല്ലേലൂയ, ദൈവവചനത്തെ പ്രാപിക്കുവാനും സ്വീകരിക്കാനും ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഒന്ന്. രണ്ട്, ഹല്ലേലൂയ, പുറമെയുള്ള മനോഹരമായ വസ്ത്രം ധരിക്കുന്നത് അതിനേക്കാൾ അപ്പുറമായി, പുതിയ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് അപ്പുറമായി ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ഒരു അവസ്ഥ, ക്രിസ്തുവിനെ ധരിച്ച്. ഹല്ലേലൂയ. അതാണല്ലോ റോമാലേഖനം 8 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ പറയുന്നത്, ആമേൻ, അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവനെ മുൻനിയമിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മൾ അവനോട് സദൃശ്യമാകാനായിട്ട്, തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന വചനത്തിൽ പറയുന്നത്. അതേ പ്രിയപ്പെട്ടവർ, നമ്മുടെ തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിനെ ധരിച്ച് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്ന, യെസ്, ഹല്ലേലൂയ, ആമേൻ, ആ ഒരു തലത്തിലേക്ക് കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുമ്പോൾ അതിനപ്പുറമായി ഒന്ന്, ഏറ്റവും മനോഹരമായ, ഏറ്റവും സുഭിക്ഷമായ, ഏറ്റവും പോഷകം നിറഞ്ഞ, ഹല്ലേലൂയ, ഭക്ഷണമാകുന്ന ദൈവവചനം. രണ്ട്, ഏറ്റവും മനോഹരമായ വസ്ത്രമാകുന്ന ക്രിസ്തുവിനെ ധരിക്കുക. മൂന്ന്, ഹല്ലേലൂയ, ആമേൻ, സഹോദരനാകുന്ന, ആദ്യജാതനാകുന്ന ക്രിസ്തുവിനോടുകൂടെ ചേർന്നുള്ള കൂട്ടായ്മ, സഹോദരങ്ങൾക്ക് ഒരുമിച്ചുള്ള കൂട്ടായ്മ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന്, ഹല്ലേലൂയ, ആമേൻ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. രണ്ട്, ഹല്ലേലൂയ, നല്ല വസ്ത്രം ധരിക്കുന്നത്. മൂന്ന്, ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ. നമുക്ക് നാലാമതായിട്ട് അറിയാം, ഹല്ലേലൂയ, ഫയർ വർക്ക്സ്. ഹല്ലേലൂയ, ആമേൻ, അതൊരു ഈ ദിവസങ്ങളിലെ ഒരു ആഘോഷത്തിന് അടയാളമായിട്ട് എല്ലായിടത്തും അവർ അങ്ങനെ ആളുകൾ, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കി, അതെന്തിനാ കാണിക്കുന്നത്? ഒരു ആഘോഷം. എന്താ? ഹല്ലേലൂയ, ആമേൻ, ഒരു സന്തോഷം, കണ്ണിന് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ, ആമേൻ, ചില ശബ്ദങ്ങൾ ഒക്കെ, ഹല്ലേലൂയ, ഒരു സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, എപ്പോഴാണോ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തെ ആസ്വദിച്ച്, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ധരിച്ചവരായി മാറി, ഹല്ലേലൂയ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നത്, അപ്പോൾ ഹല്ലേലൂയ, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, എഫേർട്ട് ഇല്ലാതെ, നമ്മുടെ പരിശ്രമങ്ങളില്ലാതെ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എപ്പോഴാണ്, ആമേൻ, ക്രിസ്മസ് 2025 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച യേശു ക്രിസ്തുവിനെ കണ്ട്, ആ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച്, ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തെ വിശ്വസിച്ച്, അവൻ എൻ്റെ പാപത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി, എൻ്റെ രോഗങ്ങൾക്കും, എൻ്റെ ഭയത്തിനും, എൻ്റെ നിരാശകൾക്കും, എൻ്റെ തകർച്ചയ്ക്കും, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ നെഗറ്റീവിനു വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറിയ ഞാൻ, എപ്പോഴാണോ റോമാലേഖനം 8:14 പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. സൺസ് ഓഫ് ഗാഡ്, ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്ന് പറയുന്ന പദവിയിൽ നിന്ന് സൺസ് ഓഫ് ഗാഡ്, ചൈൽഡിഷ്നെസ്സിൽ നിന്ന് സൺഷിപ്പിലേക്ക്. ചൈൽഡിഷ്നെസ് ഈസ് എ സ്റ്റേജ്, സൺഷിപ്പ് ഈസ് എ പൊസിഷൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ, എപ്പോഴാണ്, ആമേൻ, ക്രിസ്തുമസ്, ഹല്ലേലൂയ, ആമേൻ, ഒരു ആഘോഷം, അതായത് വൈകാരിക ആഘോഷത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആത്മീക അനുഭവമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് നാം വിശ്വസിക്കുന്നതിലൂടെ ദൈവമക്കൾ, ചിൽഡ്രൻ ഓഫ് ഗാഡ്,
യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നവരുടെ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ പദവിയിലേക്ക് എത്തുകയാണ്. എന്നാൽ എപ്പോഴാണോ ആത്മാവിൽ നടത്തപ്പെടുന്നവരായിത്തീരുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരുന്നത്. അപ്പോഴാണ് നമുക്ക് ആഘോഷങ്ങൾ, ക്രിസ്തുമസ് അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഒരു വൈകാരികമായ അനുഭവത്തിന് അതീതമായി ആത്മീയമായ അനുഭവത്തിലേക്ക്, അതായത് ദൈവത്തോട് ഒന്നായി ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുന്നത് അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആമേൻ എല്ലാ ദിവസവും ഏത് ആഘോഷങ്ങളും ആത്മാവിന്റെ അനുഭവമായി തീരാനായിട്ട്, ഹല്ലേലൂയ, അതൊരു വൈകാരിക അനുഭവത്തിന് അതീതമായി ഒരു ആത്മീക സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുമ്പോൾ, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവരുടെ, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന്റെ മക്കളായി തീരാനായിട്ട് ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനും പദവിക്കുമായി സ്തോത്രം. ആ മക്കളെന്ന പദവി അറിഞ്ഞുകൊണ്ട് ആ മക്കളെന്ന പദവിയിൽ തന്നെ നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങൾ ശിശുക്കൾ എന്ന പോലെ വചനത്തിൽ പറയുന്ന പോലെ, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ അവകാശ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് വചനം പറയുമ്പോൾ, അതേ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ശിശുപാലകനായിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് ഹല്ലേലൂയ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റിയതിനായി സ്തോത്രം. കർത്താവ്, ഈ ദിവസങ്ങളിൽ അത് തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീക അനുഭവത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവിക പ്ലാൻ, ദൈവിക അജണ്ട, ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ രാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ ദൈവസ്നേഹത്താൽ, ദൈവകൃപയാൽ കർത്താവെ ആമേൻ ഹല്ലേലൂയ യേശുക്രിസ്തു ക്രൂശിയിൽ മരിച്ചതിലൂടെ സർവ്വ മാനവജാതിക്കും കർത്താവ് സമ്പാദിച്ച ആമേൻ രക്ഷ, ആമേൻ ആരോഗ്യം, അനുഗ്രഹം, സംതൃപ്തി, സമൃദ്ധി, ആമേൻ ഉയർച്ച, സകല വ്യക്തികളുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ അനുഭവമായി മാറത്തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കണം. കർത്താവെ, അതിനായുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരണം കർത്താവെ. അതുകൊണ്ട് കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അടിമകളല്ല, ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങൾ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാ, ദൈവ മക്കളാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെല്ലാം മക്കളാ. അതുകൊണ്ട് ഒരു പ്രതികൂലം, ഒരു പ്രതിസന്ധി ഞങ്ങളെ തൊടത്തില്ല. ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം അല്ലെങ്കിൽ ദൈവം എസ് എന്ന് പറഞ്ഞതിനെ ആർക്കും നോ എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം അനുഗ്രഹിച്ചതിനെ ആർക്കും ശപിക്കാൻ സാധ്യമല്ല. ദൈവം ജയത്തിലേക്ക് നടത്തിയതിനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. ദൈവം ഉയർത്തിയതിനെ ആർക്കും താഴ്ത്തിക്കളയാൻ സാധ്യമല്ല. ദൈവം പണിയാൻ പദ്ധതിയിട്ടതിനെ ആർക്കും ഇടിച്ചു കളയാൻ സാധ്യമല്ല. അങ്കിൽ കർത്താവ്, ദിവസങ്ങൾ ഞങ്ങളുടെ അകത്ത് ആ ദൈവിക ബോധ്യം, അതേ കർത്താവ്, ലോകത്തിൽ അവൻ ഉള്ളവനേക്കാൾ ഞങ്ങളുടെ കൂടെ ഉള്ളവൻ വലിയവനെന്നും ലോകത്തിലുള്ളവരെക്കാൾ ഞങ്ങളോട് കൂടെ ഉള്ളവർ അധികമെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ്, സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ ക്രിസ്തുവിലുള്ള അവൻ ബോധ്യത്തോടുകൂടെ അതേ ഞങ്ങളുടെ ജീവിതം ആസ്വാദ്യകരമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായ സ്വത്രം എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ ഈ ക്രിസ്മസ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉയർച്ചയും ആരോഗ്യം നിറഞ്ഞ ദിവസങ്ങളായിട്ട് മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുമസ് ഹല്ലേലൂയ ആമേൻ ഒരു വൈകാരിക അനുഭവത്തിന് അതീതമായി ആത്മീക അനുഭവമായിട്ട് തീരാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.